ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഹിൽ പാലസിലാണ്. ഇത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ഇന്ന് ഹിൽ പാലസിനെ കുറിച്ചിട്ടും അവിടെയുള്ള മ്യൂസിയത്തിനെയും അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഒരു എന്താ പറയുക ബാക്ക്ഗ്രൗണ്ടിനെയൊക്കെ പറ്റിയിട്ടായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് കൊച്ചി മഹാരാജാവിൻ്റെ പാലസ് ആയിരുന്നു. ഇത് പണിതത് 1865 ഇത് 54 ഏക്കറിൽ ആയിട്ടാണ് ഈ ഒരു പാലസ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് 49 ബിൽഡിങ്ങുകളുണ്ട്. ഓക്കെ, അതിനകത്ത് കുറച്ച് ബിൽഡിങ്സിൽ ആർക്കിയോളജിക്കൽ മ്യൂസിയം, പിന്നെ ഹെറിറ്റേജ് മ്യൂസിയം, ഡിയർ പാർക്ക്, അങ്ങനെ കുറേ രീതിയിലാണ് ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഈ പാലസ് കേരള സ്റ്റേറ്റ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണുള്ളത്. ഇതിപ്പോൾ പബ്ലിക്കിന് ഇത് ഓപ്പൺ ആണ്. ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നമുക്ക് ഹിൽ പാലസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മലയാളികൾക്ക് ഓർമ്മ വരുന്നൊരു ഫിലിം മണിച്ചിത്രത്താഴാണ്. പ്രത്യേകിച്ചിട്ട് ഈ ഒരു പോർഷൻ ഞാനിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഒരു പോർഷൻ ഭയങ്കരമായിട്ട് നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന പോർഷനാണ്. ഇന്നസെൻ്റ് താക്കോലെടുക്കാൻ വന്നിട്ട് രാത്രി വന്നിട്ട് എന്താ പറയുക താക്കോൽ തപ്പിയിട്ട് വരുന്ന സീൻ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഹിൽ പാലസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളികൾക്ക് ഓർമ്മ വരുന്നതും എന്താ പറയുക ഈ ഒരു മൂവിയാണ്. ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്നത് ഹിൽ പാലസിലെ ഫസ്റ്റ് ബിൽഡിങ്ങിലാണ്. ഇവിടെയാണ് രാജാവിൻ്റെ ത്രോണും ക്രൗണും ഒക്കെ ഉള്ളത്. അപ്പോൾ ഈ ഒരു പോർഷനിൽ നമുക്ക് കയറുമ്പോൾ ഫുഡ് വെയർസൊക്കെ പുറത്ത് ഊരി വെക്കണം. അവിടെ ലോക്ക് റൂം അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തത് ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ. അപ്പോൾ ഈ ഒരു കാണുന്നതാണ് രാജസദസ്സ്. ഇവിടെയാണ് കിങ്ങിൻ്റെ ത്രോൺ ഉള്ളത്. ഈ ആനയുടെ ഒരു പ്രതിമയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതിൻ്റെ ടസ്കില്ലേ, കൊമ്പ് ഒറിജിനൽ ആനക്കൊമ്പ് തന്നെയാണ്. ഇത് തടി വെച്ചിട്ടാണ് ഈ ആന ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊക്കെ ഈ പാലസിൻ്റെ ഏരിയൽ വ്യൂ ആണ്. അപ്പോൾ ഈ ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിൻ്റെ മെയിൻ അട്രാക്ഷൻ ഇവിടുത്തെ ഗോൾഡൻ ക്രൗൺ ആണ്. ഈ ഗോൾഡൻ ക്രൗണിൻ്റെ വെയിറ്റ് ഇസ് അറൗണ്ട് 1.75 kg. ഇത് കൊച്ചി മഹാരാജാവിന് ഗിഫ്റ്റായിട്ട് കൊടുത്തത് കിങ് ഇമ്മാനുവൽ ആണ്. പോർച്ചുഗൽ രാജ്യത്തെ കിങ് ഇമ്മാനുവൽ ആണ് ഇത് നമ്മുടെ കൊച്ചി മഹാരാജാവിന് ഇത് ഗിഫ്റ്റായിട്ട് കൊടുത്തത്. അപ്പോൾ ഇവിടെ ഫോട്ടോസൊന്നും എടുക്കാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ ക്രൗണിൻ്റെ ഫോട്ടോ ഒന്നും ഇതിനകത്ത് ഇടാത്തത്. ഇനിയിപ്പോൾ ഞങ്ങൾ കാണാൻ പോകുന്നത് ഹെറിറ്റേജ് മ്യൂസിയം ആണ്. കാണാൻ ഇഷ്ടമില്ല. മാനപ്പുറ സൈഡ് ഉണ്ടാ നമുക്ക് ഇതറിയില്ല എനിക്ക്. മാനുള്ള സൈഡിലേക്കാ പോകുന്നത് നമ്മള്. പിന്നെ ഇവിടെ കാണുന്ന ചുറ്റും കുറേ മരങ്ങളും മറ്റേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ഔഷധം ഒക്കെയുള്ള ഓരോ വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതിൽ എടുത്ത് പറയാവുന്ന കുറച്ചത് ബ്രഹ്മിയുണ്ട്, കീഴാർനെല്ലി, തിഴുതാമ, അങ്ങനത്തെ കുറേ എന്താ പറയുക ചെടികളും കാര്യങ്ങളൊക്കെ ഈ ഒരു ചുറ്റും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഹെറിറ്റേജ് മ്യൂസിയത്തിൽ നമുക്ക് ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനകത്തുള്ളത് കുറേ ഈ ഊഞ്ഞാലുണ്ട്, പിന്നെ രാജാവിൻ്റെ പണ്ടത്തെ കട്ടിൽ, പിന്നെ ഈ ആനയുടെ നെറ്റിപ്പട്ടം, അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് ഈ ഹെറിറ്റേജ് മ്യൂസിയത്തിലുള്ളത്. ഇപ്പോൾ നമ്മൾ പോണത് ഡിയർ പാർക്കിലാണ്.
അപ്പോൾ ഞാൻ ഹിൽ പാലസിൻ്റെ ലൊക്കേഷൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓൾസോ ഇതിൻ്റെ ടൈമിങ്സ് ഞാൻ താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മൺഡേയ്സ് ഇവിടെ ഹോളിഡേ ആണ്, തുറക്കൂല മ്യൂസിയം. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് നാഷണൽ ഹോളിഡേയ്സ് ലൈക്ക് ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ, ആ ഒരു ടൈമിലൊന്നും ഹിൽ പാലസ് ഓപ്പൺ ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ അത് പ്ലാൻ ചെയ്തിട്ട് വരിക. സൺഡേസ് ഒക്കെ ഓപ്പൺ ആണ്. അപ്പോൾ ഞങ്ങൾ ഹിസ്റ്റോറിക്കൽ മ്യൂസിയം, ഡിയർ പാർക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ എൻട്രൻസിലേക്ക് പോവുകയാണ് തിരിച്ച്. അപ്പോൾ നമുക്കൊരു ഡൈനോസറിൻ്റെ ഒരു സ്റ്റാച്ചു ഇവിടെ കാണാൻ പറ്റും. ഇത് ഫൈബർ ഗ്ലാസ് മോഡലാണ്. ഫൈബർ ഗ്ലാസ് വെച്ചിട്ടാണ് ഈ ഒരു ഡൈനോസറിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹിൽ പാലസിലെ കാഴ്ചകളും വിശേഷങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.